ഹായ്. വിനായകൻ നായകനായി മമ്മൂട്ടി വില്ലനായി വന്ന സിനിമയാണ് കളങ്കാവൽ. സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയെടുത്തത്. മികച്ച അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. അതായത് എല്ലാ റിവ്യൂവേഴ്സും മികച്ച അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞത്. ഈ സിനിമ ഇതുവരെ എത്ര കോടിയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത്, അതുപോലെ സിനിമ 100 കോടി നേടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പറയുന്നത്. ട്രാക്കേഴ്സ് ഇതുവരെയുള്ള കളങ്കാവൽ എന്ന സിനിമയുടെ കളക്ഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. സാക്നിൽക്കിന്റെ കണക്ക് പ്രകാരം കളങ്കാവൽ എന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെ നേടിയ കണക്ക് ഇന്ത്യക്കകത്ത് നിന്ന്, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, നോർത്ത് ഇന്ത്യ, ഇവിടെ നിന്നെല്ലാം ചേർന്ന് സിനിമ നേടിയത് 41 കോടി 10 ലക്ഷം രൂപയാണ്. അതായത് ഇന്ത്യക്കകത്ത് നിന്ന് സിനിമ 41 കോടി 10 ലക്ഷം രൂപയും വിദേശ മാർക്കറ്റിൽ നിന്ന്, അതായത് ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 38 കോടി 15 ലക്ഷം രൂപയാണ്. ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയ കളക്ഷൻ 79 കോടി 25 ലക്ഷം രൂപയാണ്. തീർച്ചയായും നല്ലൊരു കളക്ഷൻ എന്ന് തന്നെ പറയണം. മികച്ച വിജയമാണ് സിനിമ നേടിയിരിക്കുന്നത്. പ്രൊഡ്യൂസർക്ക് നല്ല ലാഭം തന്നെയാണ് സിനിമ. പക്ഷെ സിനിമ 100 കോടി നേടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 കോടി നേടില്ല എന്ന് ഉറപ്പാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സിനിമയുടെ ഏകദേശം റണ്ണെല്ലാം അവസാനിച്ചു. അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ എല്ലാ റണ്ണും അവസാനിച്ചു. വിദേശ മാർക്കറ്റിൽ കുറച്ച് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്, കുറച്ച് കളക്ഷൻ വരുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള കളക്ഷൻ അല്ല, 10-12 ലക്ഷവും വെച്ച് സിനിമയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷൻ 25-30 കോടി ആ ഒരു റേഞ്ചിലാണ്. അതായത് വലിയ കളക്ഷനിലേക്ക് സിനിമ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നും നാളെയും, അതായത് ശനിയും ഞായറും ഒരുപക്ഷെ ഒരു ഭേദപ്പെട്ട കളക്ഷൻ വന്നേക്കാം. അതായത് ഒരു 40 ലക്ഷം 42 ലക്ഷം ഒക്കെ വന്നേക്കാം. അതിനപ്പുറത്തേക്ക് സിനിമയുടെ കളക്ഷൻ പോകാനുള്ള സാധ്യതയില്ല. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടിപ്പോയാൽ ഈ 2 ദിവസം, അതായത് ഈ ശനിയും ഞായറും ഒരു പക്ഷേ വേൾഡ് വൈഡ് നിന്ന് ഒരു 60 ലക്ഷത്തോളം വന്നേക്കാം. അതിനപ്പുറത്തേക്ക് സിനിമയുടെ കളക്ഷൻ പോകില്ല. അങ്ങനെ വന്നാൽ തന്നെയും വലിയ രീതിയിലുള്ള മുന്നേറ്റം സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കില്ല. ഇനിയും 20 കോടിയോളം സിനിമയ്ക്ക് നേടിയെടുക്കണം. അത് നേടാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവെന്നല്ല, അതിലേക്ക് നോക്കേണ്ട ഒരു കാര്യമില്ല. ഇനിയും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. ആ സിനിമകളെല്ലാം പരാജയപ്പെട്ടാലും ഈ സിനിമ കുതിച്ചു കയറും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിയേറ്ററുകൾ വേണം. സിനിമയുടെ ഓരോ ദിവസവും തിയേറ്ററുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 100-ൽ കൂടുതൽ സ്ക്രീനുകളിൽ കളങ്കാവൽ എന്ന സിനിമ ഓടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി ഒരുപാട് സിനിമകൾ റിലീസിനുണ്ട്. ആ സമയത്ത് പല സ്ക്രീനുകളിൽ നിന്നും കളങ്കാവലിന് മാറേണ്ടി വരും, അതായത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സിനിമയ്ക്ക് ഒരു ലോങ് റൺ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കൂടിപ്പോയാൽ ഒരു 85 കോടി, അതിനപ്പുറത്തേക്ക് സിനിമയുടെ കളക്ഷൻ പോവില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 79 കോടി 25 ലക്ഷം രൂപ. സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.